السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ഒരാളും തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. 5 വക്ത് നമസ്കാരങ്ങളിലും മറ്റു സുന്നത്ത് നമസ്കാരങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം പേരുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ്, അസ്സബഉൽ മസാനി, അർ-റുഖ്യ, അൽ ഖുർആൻ അൽ അലീം, അസ്വലാഹ്, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, ഇങ്ങനെ ധാരാളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്ക് ഹദീസുകളിൽ വന്നതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറഞ്ഞു, അഅ്ലമു സുവരി ഫിൽ ഖുർആൻ. അത് ഫാത്തിഹ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ ഏറ്റവും മഹത്വമേറിയ സൂറത്താണ് എന്ന്. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖിയറു സൂറത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിൽ ഏറ്റവും ഉത്തമമായ സൂറത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മുമ്പ് അവതരിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, അതുപോലെ പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിൽ തന്നെയും ഇതുപോലെ ഒരു അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. മാ അൻസലല്ലാഹു ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിസ് സബൂരി വലാ ഫിൽ ഖുർആനി മിസ്ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഫുർഖാൻ, ഈ ഖുർആനിൽ തന്നെയോ ഇതുപോലെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ല എന്ന് സൂറത്തുൽ ഫാത്തിഹയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം അറിയിക്കുവാൻ വേണ്ടി ആകാശത്ത് നിന്ന് പ്രത്യേകമായ വാതിൽ തുറന്നുകൊണ്ട്, ആകാശത്ത് നിന്ന് പ്രത്യേകമായ മലക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ ഫാത്തിഹയെ പറ്റി, അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ വചനങ്ങളെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മലക്ക് പറഞ്ഞു, അബ്ശിർ, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ബിനൂറൈനി ഊതീതഹുമാ ലം യുഅതഹുമാ നബിയ്യുൻ ഖബ്ലക, താങ്കൾക്ക് ലഭിക്കപ്പെട്ട 2 പ്രകാശങ്ങൾ കൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. താങ്കളുടെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത 2 പ്രകാശമാണത്. ഫാത്തിഹത്തുൽ കിതാബ്, ഖവാതീമു സൂറത്തുൽ ബഖറ. ഫാത്തിഹത്തുൽ കിതാബ് അഥവാ സൂറത്തുൽ ഫാത്തിഹയും ഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ വചനങ്ങളുമാണത് എന്ന് ആ മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഏറ്റവും വലിയ മഹത്വമുള്ള സൂറത്താണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ സൂറത്തിനെ പറ്റി പറഞ്ഞു, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. ഖസംതുസ് സ്വലാത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. അള്ളാഹു പറഞ്ഞു സ്വലാത്തിനെ, ഫാത്തിഹ സൂറത്തിനെ പറ്റി ഈ ഹദീസിൽ പറഞ്ഞത് സ്വലാത്ത് എന്നാണ്. കാരണം നമസ്കാരത്തിൽ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യായമാണത്. സ്വലാത്തിനെ എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഫാത്തിഹ സൂറത്തിനെ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഫനിസ്ഫുഹ ലി വനിസ്ഫുഹ ലി അബ്ദി, അതിൻ്റെ ഒരു പകുതി എനിക്കും ഒരു പകുതി എൻ്റെ അടിയാനുമുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു അടിയാൻ പറഞ്ഞാൽ, യഖൂലുൽ അബ്ദു, അടിയാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹമിദനി അബ്ദി,
എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, ആ സ്തുതി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. അതുപോലെ യഖൂലുൽ അബ്ദു അർ റഹ്മാനി റഹീം, അടിമ അർ റഹ്മാനി റഹീം എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, യഖൂലുല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ പുകഴ്ത്തിയത് സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. യഖൂലുൽ അബ്ദു മാലിക് യൗമിദ്ദീൻ, എൻ്റെ അടിമ മാലിക് യൗമിദ്ദീൻ എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇനി ബാക്കി പകുതി, ഈ ഒന്നാമത്തെ പകുതിയിൽ അള്ളാഹുവിനുള്ള ഹംദും അള്ളാഹുവിനുള്ള സനാവും പുകഴ്ത്തലും അള്ളാഹുവിനുള്ള മജ്ദും മഹത്വപ്പെടുത്തലും എല്ലാം കഴിഞ്ഞു. ആ പകുതി കഴിഞ്ഞു. ഇനി അടുത്ത പകുതി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അടിമ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഹാദിഹിൽ ആയ, ഈ ആയത്ത് ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള ഒന്നാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ ചോദിച്ചത് അവനുണ്ട്. അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അടിമ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ ചോദിച്ചത് അത് അവനുണ്ട് എന്ന് അള്ളാഹു പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരും. അതുപോലെ യഖൂലുൽ അബ്ദു, അടിമ പറയും, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് പറയുമ്പോൾ, ഈ ആയത്ത് അടിമ ഓതുമ്പോൾ അള്ളാഹു പറയും, ഫഹാഉലാഇ ലിഅബ്ദി വലി അബ്ദി മാ സഅൽ, ഇതൊക്കെ, ഈ സംഗതിയൊക്കെ, ഈ ചോദിച്ചതൊക്കെ എൻ്റെ അടിമക്കുള്ളതാണ്, അവൻ ചോദിച്ചത് അവനുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ വളരെയധികം മഹത്വമേറിയ സൂറത്താണ്. അള്ളാഹുവിനോട് ഒരു വിശ്വാസി നടത്തുന്ന, ഒരു മുസ്ലിം നടത്തുന്ന മുനാജാത്താണ്, അഭിമുഖ സംഭാഷണമാണ് സൂറത്തുൽ ഫാത്തിഹ. ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് പാരായണം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ ഇഖ്ലാസോടുകൂടെ അവൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.